السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഷറഹ് റാത്തീബിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, 43-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നല്ല ഒരു ഷേഖിനെ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നൊരു ചർച്ചയാണ് നമ്മൾ വെച്ചത്. ഈ അതിന്റെ ബാക്കി ഒന്ന് പറയട്ടെ. വൽയതഅയ്യൻ അലൽ മുവഫഖി, നല്ല വഴിക്ക് തൗഫീഖ് കിട്ടിയതായ ആ ഭാഗ്യം കിട്ടിയ ഒരാളെ മേൽ നിർബന്ധമാണ്, അവൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അല്ലാ യദ്ഖുല തഅത ഹിയത്വത്തി അഹദിൻ, ഏത് ഒരാളുടെയും അധീനതയിലായി പ്രവേശിക്കാതിരിക്കണം. ആദ്യം മണ്ടിച്ചെന്നുകൊണ്ട് ഒരാളെ തുടരുകയല്ല വേണ്ടത്, മണ്ടടി ചെന്നുകൊണ്ട് സ്വീകരിക്കുകയും അല്ല വേണ്ടത്. ഒന്ന് ആലോചിക്കാനുണ്ട്. ഇല്ല ബഅദ അൻ യഖ്ഹറു ഹാലുഹു, ആരോടാണോ അവൻ തുടരുന്നത് എങ്കിൽ അവന്റെ തുടരപ്പെടുന്ന ആ ഷെയ്ഖിന്റെ അവസ്ഥ അവനെ ഒതുക്കി നിർത്താൻ കഴിയണം. അങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അയാളുടെ അധീനതയിലായി അവൻ നിൽക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഔ യഅലമ മിൻഹുൽ ഇഹാത്തത ബിഇൽമി ശരീഅത്തി വൽ ഹഖീഖത്തി, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ശരീഅത്ത്, ഹഖീഖത്ത് ഈ രണ്ട് വിജ്ഞാനങ്ങൾ ചുറ്റി അറിഞ്ഞ് കരഗതമാക്കാൻ ഇവൻ കഴിയണം. അങ്ങനത്തെ ഒരു അറിവുള്ള ഒരാളുമായി ഇവൻ അറിയണം. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് ഇതിന് പറ്റുമോ, ഹഖീഖത്ത് ഇയാളെ കയ്യിലുണ്ടോ, ശരീഅത്തുമായിക്ക് വല്ല അറിവുമുണ്ടോ എന്നൊക്കെ അത് അറിയണം. അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇദ്ദേഹത്തെ സ്വാധീനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അധീനയിൽ നിൽക്കാൻ പറ്റുമെന്നൊരു ബോധമുണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ അത്തരം ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചാൽ അപ്പോൾ ജീവിക്കാം. അങ്ങനത്തെ ഒരു ഷെയ്ഖിന്റെ അധീനതയിലായി നിൽക്കണം. അപ്പൊ ആലോചിച്ചിട്ട് വേണം ചെയ്യണമെന്ന് മനസ്സിലാക്കാം. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ലിമ അന്നൽ കാദിബീന വൽ മുതലബ്ബിസീന ഖദ് കസുറു വദ്ദഉ ആദിഹി ത്വരീഖത വഹും മിൻഹാ ബരീഊന وإلى النار سائرون لسوء أفعالهم وفساد أحوالهم وأقوالهم وتكالبهم على الدنيا الفانية وإعراضهم عن الآخرة الباقية. ഇതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം. കള്ളന്മാരായ കള്ളപ്രവാചകന്മാർ, അതുപോലെ തന്നെ കള്ളവാദികളായ ഷേഖന്മാർ, പ്രവാചകന്മാരല്ല കള്ളത്വരീഖത്തുകാർ, അവർ തന്നെ സത്യവും അസത്യവും എന്താണെന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ളതായ വാക്കുകളും പ്രവൃത്തികളും ഇത്തരം ഷേഖന്മാരിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾ വളരെ അധികരിച്ച് വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ ഇത്തരം നല്ലൊരു ത്വരീഖത്ത് വാദിക്കുകയും ചെയ്യുന്നു. ഇന്ന ത്വരീഖത്തൊക്കെ എന്ന് പറയുന്നു. ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ടാണ് ആദ്യം ഒന്ന് ചിന്തിക്കുകയും അയാൾ ഷെയ്ഖാകാൻ പറ്റുമോ, അയാൾക്ക് അറിവുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം എന്ന് പറയുന്നു. ഈ വാദിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ത്വരീഖത്തുമായി യാതൊരു ബന്ധവുമില്ല, അതിനെ തൊട്ടൊക്കെ അവർ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതാണ് കള്ളത്വരീഖത്ത്. മുറബിയായ ഷെയ്ഖാണെന്ന് പറയും, അല്ലെങ്കിൽ സാദുരി ത്വരീഖത്ത്, അല്ലെങ്കിൽ ഖാദിരിയ ത്വരീഖത്ത്, ഇങ്ങനെ പല ത്വരീഖത്തും പറയും. ഈ ത്വരീഖത്തുമായി ഒക്കെ വാദിച്ചു കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവരുമായി ബന്ധപ്പെടുവാനോ അവരെ ശിഷ്യരാകുവാനോ ശ്രമിക്കരുത്. വഇലന്നാരി സായിറൂന, ഇവർ നരകത്തിലേക്കുള്ള ആളുകളായി മാറുകയും ചെയ്യും. ഇവർ നരകത്തിലേക്കുള്ള ആളുകളാണെന്ന് എങ്ങനെ തീരുമാനിക്കില്ല? സൂഇ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തികൾ വളരെ മോശമായി, ഫസാദി അഹ്വാലിഹിം അഖ്വാലിഹിം, അവരുടെ വാക്കുകളും അവസ്ഥകളും ഒക്കെ നോക്കുമ്പോൾ വളരെ മോശമാണ്. ഇത്രയും മോശമായ ഒരു രീതിയിൽ അവരാകുമ്പോൾ അവർക്കൊണ്ട് യാതൊരു നേട്ടവുമില്ല, അവരെ കൊണ്ട് ഷർറല്ലാതൊരു ഗുണവുമില്ല. അങ്ങനെ അവർ നരകത്തിലേക്ക് പോകും. അപ്പൊ ഇവരൊപ്പം കൂടിയ ആളുകൾ നരകത്തിലേക്കാവും. അപ്പൊ നരകത്തിലേക്കുള്ള ത്വരീഖത്താണത്. കാനുബിഹിം അലദ്ദുനിയൽ ഫാനിയ, കാലാകാലം ജീവിക്കാൻ പറ്റാത്ത നശ്വരവും നൈമിഷികമായിരിക്കുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലൂടെ അവർ എന്താണ് മുഖം കുത്തി വീട് അതിനെ വാരിയെടുക്കുകയാണ്.
ഇറാദിഹിം അനിൽ ആഖിറത്തിൽ ബാക്കിയ കാലാകാലം അവശേഷിക്കുന്ന സുഖിക്കേണ്ടതുമായ ആഖിറ, ആ ആഖിറത്തെ കുറിച്ച് ഇവർക്ക് യാതൊരു ചിന്തയുമില്ല. അതിനെ തൊട്ടൊക്കെ അവർ ഒഴിഞ്ഞു പോകുന്നു. ഇത്തരം ആളുകളാണ് ത്വരീഖത്തുവാദികളായി ഞങ്ങൾ നല്ല ഷെയ്ഖാണ്, ഞങ്ങളിപ്പം കൂടിക്കോളി എന്നൊക്കെ പറയും. ഇത്തരം ആളുകൾ വരുന്നത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഒന്ന് പരിശോധിക്കണം, ഷെയ്ഖ് പറ്റോ ഇല്ലേ, എന്തൊക്കെ അറിവുണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് കൂടാവോ എന്ന് പറയാൻ കാരണം, ഇത് ലൈസ ഖസ്ദുഹും ബിദ്യായ ഹാദിഹി ത്വരീഖത്തിൽ അലിയ ഇല്ലാ ജംഅൽ ഹുതാബ് വനീലൽ ലദ്ദത്തി അക്ലിൽ ഹറാം വസ്തിബ്റാൽ ഉമരി ഫിൽ ജഹാലത്തി വൽ ആസാം. എന്താണ് ഇവർ നരകത്തിലേക്കാണ് എന്നൊക്കെ പറയാൻ കാരണം, ഇതൊക്കെ മോശമെന്ന് പറയാൻ കാരണം, ഇവരുടെ കരുത്ത്, അതായത് ഈ ത്വരീഖത്തിന് വാദിക്കൽ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ, ദുനിയാവ് സംഭരിക്കലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നല്ല വെള്ളയായി ചമഞ്ഞ് ബാത്തിൽ സംഭരിക്കുക, അതുപോലെയാണ് ഇത്. ഉന്നത ത്വരീഖത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ ഇവരൊപ്പം കൂടുകയും പാവപ്പെട്ട ആളുകളുടെ കയ്യിലുള്ള എല്ലാ പണവും വാങ്ങി ദുനിയാവ് സംഭരിക്കുക, ഹറാമിനെ തിന്ന് രസിക്കുക, അതുപോലെ ഇവരുടെ ആയുസ്സുകൾ വിവരമില്ലായ്മയിലും കുറ്റങ്ങളിലുമായിക്കൊണ്ട് ഇവർ കഴിച്ചു കൂട്ടുക. ഇങ്ങനെയുള്ള ദുരവസ്ഥയാണ് ഇത്തരം ഷെയ്ഖന്മാരിൽ ഉണ്ടാവുക. അതുകൊണ്ട് നല്ലോണം പേടിച്ചോ, ഒരു പേടിക്കൽ പേടിച്ചോ, ഇതുപോലത്തെ ആളുകളെ സൂക്ഷിച്ചോ. കാണുന്നവരെല്ലാവരും പിടികൂടണ്ട, എല്ലാവരെയും പിൻപറ്റാൻ നിൽക്കണ്ട. ഞാൻ ഷെയ്ഖാന്ന് പറയുമ്പോഴേക്കും അത് നല്ല ആളാന്ന് പ്രശംസിക്കാൻ ഒന്നും അറിയാതെ പോകണ്ട. ഇവരുടെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ചതിപ്പെടുവാൻ ശ്രമിക്കേണ്ടതില്ല. തസ്ബീഹ്മാല ഇഷ്ടം പോലെ കയ്യിലുണ്ടാവും, ഒരു 150 തസ്ബീഹ്മാലുണ്ടാവും, വലിയ നീണ്ട താടി ഉണ്ടാവും, വലിയ ജുബ്ബക്കുപ്പായൊക്കെ ഉണ്ടാവും, ഊറ്റി തുണിയൊക്കെ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കുളിച്ചിട്ട് നീമ്പിട്ടൊന്നും ഉണ്ടാവില്ല. ഇവരെ കണ്ടാൽ തോന്നും ഓ ദുന്യാവായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അങ്ങനെ അനേകം കള്ളത്വരീഖത്തിന്റെ അകലുകാരെ പിടികൂടിയിട്ടുമുണ്ട്, ഇപ്പോഴും വാദിച്ചുകൊണ്ട് നടക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ വാക്കുകളും പ്രവൃത്തിയും കണ്ട് വഞ്ചിതനാവാതെ ഇത്തരം ആളുകളെ സൂക്ഷിച്ച് ജീവിച്ചോ, എന്നിട്ട് മതി. കാരണം فإن كل من اتبعهم زل قدمه وطغى قلمه وحق ندمه وهرب الوصول إلى شيء من الكمال ويأتيه من الله أعظم المواري والنكال. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം ആളുകളുമായി പിൻപറ്റി ജീവിച്ചാൽ ഇപ്പൊ എന്താ കിട്ടുകയെന്നല്ലേ, വലിയ കിട്ടൽ കിട്ടും. അത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എന്താ കിട്ടലറിയോ, പെട്ടെന്ന് കേട്ട് വലിയൊരു ഷെയ്ഖാന്നും പറഞ്ഞ് അയാളെപ്പോൾ കൂടിയിട്ട് അയാൾ പറഞ്ഞോക്കട് കേട്ടു. ഇത്തരം കള്ളവാദികളായ ഷെയ്ഖന്മാരോടുകൂടെ അനുഗമിക്കുന്ന എല്ലാ ആളുകളും അവരുടെ കാലുകൾ ഇടറിപ്പോയി, സത്യത്തിൽ തെന്നി മാറി, അവരുടെ പേനകൾ വഴികേടിലായി, അവർക്ക് സത്യം എഴുതാൻ കഴിയാതെയായി, അവർക്ക് ഖേദം ബാധ്യമായി, അവസാനം ഖേദിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. മാത്രമല്ല പരിപൂർണതയുടെ ഏതൊരു വഴിയിലേക്കും എത്തിച്ചേരാൻ കഴിയാതെ വന്നു, അതൊക്കെ തടയപ്പെട്ടു പോയി. ഇവർക്ക് അല്ലാഹുവിൽ നിന്ന് വരിക വലിയ നഷ്ടവും വലിയ അപകടവുമാണ്. അതുകൊണ്ടാണ് ആലോചിക്കാതെ ഷെയ്ഖന്മാരെ പിൻപറ്റണ്ട. അതിന് പറ്റുന്ന മാർഗങ്ങൾ അറിയുന്നവരായി പങ്കെടുത്തിട്ട് അവരുമായി ആലോചിച്ചതിന് ശേഷം ഷെയ്ഖനെ വേണമെങ്കിൽ പിടിച്ചോ, അല്ലെങ്കിൽ പിടിക്കണ്ട, ശരീഅത്തുമായി കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുക. മഹാനവറുകൾ പറയുന്നു, അലൈക ഇൻ അറത്ത അൻ യദ്ഹറ ലക്കൽ ഹഖു വഅന്നക തതഹല്ല ബിസ്ദിഖി. നിന്റെ മേലെ നിർബന്ധമാണ് കുട്ടി, അറിവുള്ളവരോടായി പറയും. അപ്പൊ അറിവ് പഠിക്കണം ആദ്യം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ മേൽ നിർബന്ധമാണ് എന്ന്, നിനക്ക് യഥാർത്ഥം വെളിവാകണമെന്ന് ഉദ്ദേശമുണ്ടോ, സത്യത്തിന്റെ പണ്ടമാകുന്ന ആ പണ്ടം കൊണ്ട് ആവരണം അണിയുവാൻ നിനക്ക് ഇഷ്ടമുണ്ടോ, അപ്പൊ സത്യമായി ജീവിക്കുവാനും ഹക്കറിയുവാനും നിനക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ ഒരു പണി ഞാൻ പറഞ്ഞു തരാം, അതിന് സ്വീകരിച്ചോ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ഒന്ന് പഠനം നടത്തിക്കോ. ഒരു റിസാലത്തിൽ ഇമാമിൽ ആരിഫുൽ ഖുസൈരി, ഇമാം ആരിഫായ ഇമാമായ ഖുസൈരി ഇമാമിന്റെ റിസാല എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതും പരിധിക്കോ. അവാരിഫുൽ മആരിഫിന് സുഹ്റവർദിക്ക് ഒരു അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന കിതാബുണ്ട്, അതും പരിധിക്കോ. വൽ ഖൂത്തുലി അബി ത്വാലിബിൽ മക്കി, അബി ത്വാലിബിൽ മക്കി എന്ന് പറയുന്ന കൂത്തുൽ എന്ന് പറയുന്ന കിതാബ്, കൂത്തുൽ ഖുലൂബ്,
ആ കിതാബുകളൊക്കെ ഒന്ന് പരതി ജീവിച്ചോ എന്ന് മനസ്സിലാക്കിക്കോ. അതനുസരിച്ച് ജീവിക്കാൻ കൊണ്ട് കഴിയുമെങ്കിൽ അത് നോക്കിക്കോ. കാരണം ഇത്രയും കിതാബുകൾ പറയാൻ കാരണം ഇതൊക്കെ അതിലുണ്ട്. ഈ കിതാബുകൾ ഉപകാരമുള്ളതാണ്. സത്യന്മാരായി ജീവിച്ച ആളുകളുടെ അവസ്ഥകൾ വെളിവാക്കി തരുന്നതാണ്. ബാത്തിലീകളായ ആളുകൾ സ്വീപ്പാക്കുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ വെളിവാക്കി തരും. ഏതെല്ലാം വഴിക്ക് സ്വീപ്പാക്കാൻ പറ്റുമോ അതെല്ലാം ഈ കിതാബുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണോ അതിന്റെ അടയാളങ്ങൾ ഈ കിതാബുകൾ ചുമത്തി കാണിച്ചു തരും. ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ പാവപ്പെട്ടവനായി ജീവിക്കുക എന്നതിനെ തിരഞ്ഞെടുക്കുക അതിന്റെ മേലിലും ഈ കിതാബുകൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുത്താലാക്കുള്ള ആരാധനകളും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങളും പതിവായി ചെയ്യുക എന്നതിന്റെ മേലിലും ഈ കിതാബുകൾ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തേടിക്കോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയട്ടെ, സംഘമായ ആളുകൾ എന്തെല്ലാം നല്ല കാര്യം സംഘം കൂടാൻ പറ്റുമോ അത്തരം കാര്യങ്ങളൊക്കെ ഈ കിതാബുകൾ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ഷൈത്താൻ പിടികൂടിയിട്ട് അവരെ കൂടെ ഷൈത്താൻ വന്നിട്ട് അവരാകെ പിഴച്ചുപോയി. അങ്ങനെ ഷൈത്താൻ നേതാവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ജനസമൂഹമുണ്ട്, കള്ളവാദികൾ. അത്തരം ആളുകളെ തൊട്ട് തിരിഞ്ഞു കളയലിനെയും ഈ കിതാബുകളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നല്ല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, പക്ഷെ അവിടെ ഉള്ള കൊള്ളയാണ്, അപകടമാണ്. അതിന്റെ രൂപങ്ങളും അതിന്റെ വഴികളും റൂട്ടുകളും എല്ലാം ഈ കിതാബുകളിലൂടെ മഹാന്മാരെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കിതാബുകൾ പരതി അത് മുത്താല ചെയ്തുകൊണ്ട് നീ ജീവിച്ചോ എന്ന് പറയാൻ കാരണം. ഇത്തരം ആളുകൾക്ക് വടക്കായതിൽ മുഴുവനും ഷൈത്താൻ നല്ലതായി കാണിച്ചു കൊടുത്തു. തെറ്റായതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നല്ല കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ആക്ഷേപിക്കപ്പെടാൻ പറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്തുതിക്കപ്പെടുന്ന കാര്യമായിട്ട് അവർക്ക് അധികാരം കടത്തി അടങ്ങാക്കി കാണിച്ചു കൊടുത്തു. ഇത്തരം ആളുകൾക്ക് ഷൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗം അതാണ്. അതുകൊണ്ട് വേഷത്തിലേക്കോ അവരുടെ നടപടിക്രമങ്ങളിലേക്കോ ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഏതെല്ലാം രൂപത്തിൽ തട്ടിപ്പ് വരും. തരീഖത്തിനും തട്ടിപ്പുകളുണ്ട്, മായങ്ങളുണ്ട്, ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്, ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യം ശ്രദ്ധിച്ചാൽ, ഈ കിതാബുകൾ പരതിയാൽ, അതിനുള്ള സത്യം മനസ്സിലായി കിട്ടിയാൽ അതുപോലെ ജീവിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫസ്തഗ്റഖൂ ബി വിഹാരി ശഹവാതിഹിം വഖബാഇ ഇത്തിഖാദാതിഹിം വഇറാദാതിഹിം. ഈ കള്ള ഷേഖന്മാരായ ഈ ജനവിഭാഗങ്ങളുണ്ടല്ലോ, കള്ളന്മാർ, ഇവര് അവരുടെ വികാരങ്ങളാകുന്ന സമുദ്രത്തിലും അവരുടെ പിഴച്ചതായ മോശമായ ഉദ്ദേശ വിശ്വാസങ്ങളും അതിലുമായി അവർ ആകെ മുങ്ങിത്താണ് നിലം അറ്റമില്ലാത്ത ആ സമുദ്രത്തിൽ മുങ്ങി നശിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടണ്ട. ഇത്രയൊക്കെ അപകടം പിണഞ്ഞിട്ടും ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നതാണ് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെയല്ലേ ഷൈത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണ് അവർ വിധിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ തോന്നല്. അതൊക്കെ തോന്നലുകളും വിചാരങ്ങളും മാത്രമാകുന്നു. അതുകൊണ്ട് നമുക്ക് ദ്വാരക്കാം. മഹാനവറുകൾ ദ്വാരക്കുകയാണ്. വഫഖനല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലിമഅരിഫത്തി ഉയൂബി അൻഫുസിനാ, നമ്മുടെ സ്വശരീരങ്ങളിലുള്ളതായ അയ്ബുകളും മോശങ്ങളൊക്കെ അറിയലിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വഅജാറനാ മിൻ ശഹവാതിക, ഈ ശരീരമാകുന്ന കുതിരയുടെ സർവ്വ വികാരങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് അഭയം നൽകട്ടെ. വഅദാമ അലൈന റിളാഹു, അള്ളാഹുവിന്റെ പൊരുത്തം നമ്മുടെ മേൽ എന്തൊന്നും അള്ളാഹു തആല വർഷിപ്പിക്കുമാറാവട്ടെ. മഅസ്സലാമത്തി മിൻ കുല്ലി ഫിത്നത്തി വബിഹനത്തി ഫി ഹാദിഹി ദാർ, ഈ പരീക്ഷണശാലയായ നൈമിശ്ചികമായ ദർശനമായ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഫിത്നകളെ തൊട്ടും പരീക്ഷണങ്ങളെ തൊട്ടും രക്ഷ കിട്ടലോടൊപ്പം ഇലാ അൻ നൽഖാഹു, അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ മരണം വരെ. ഇന്നഹുൽ ജവാദുൽ കരീമുർ റഊഫുർ റഹീം,
അല്ലാഹുത്താല വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ മാന്യനാണ്, അറിവുള്ളവനാണ്, കരുണ ചെയ്യുന്നവനുമാണ്. അങ്ങനത്തെ അള്ളാഹുവിനോടാണ് നമ്മൾ ഈ പ്രാർത്ഥന. അത് വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു റഹ്മഹുല്ലാഹു തആല ഫീ മൗളിൻ ആഖറ, മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, റദ്ദൻ അലാ ഇബ്നു തീമിയ, ഹിജ്റ 6-ാം നൂറ്റാണ്ടിന് ശേഷം പിറവിയെടുത്ത പുത്തൻവാദക്കാരനായ ഇബ്നു തീമിയ ആ വിദ്യാർത്ഥികാരന്റെ മേൽ റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, അമ്മാമാ ദക്കറുഹു ഇബ്നു തീമിയ, അപ്പോൾ ഇബ്നു തീമിയ പറഞ്ഞ കാര്യം എന്താ അയാൾ പറഞ്ഞത്, മിൻ അന്നഹും ഇത്തഖദൂ ഹാദിഹിൽ അഹ്സാബ യഅനി ബിഹാ അഹ്സാബ അസ്സാദിലിയ്യത്തി വഗൈറഹാ ഫിൽ മസാജിദ് സുന്നത്തൻ യജ്തമഊന അലൈഹാ ഫലാ ഇത്തിറാദ ഫീഹി എന്നതാണ് ഇബ്നു തീമിയ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ ഉൾസാരം എന്താന്ന് ചോദിച്ചാൽ, ഷാദുലിയ ത്വരീഖത്തിന്റെ അഹ്ലുകാരും മറ്റു പല ത്വരീഖത്തിന്റെ അഹ്ലുകാരും പള്ളികളിൽ അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന രീതിയിൽ ഒരു നടപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ സമ്മേളിച്ചുകൊണ്ട് ദിക്റും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആക്ഷേപിക്കാനൊന്നുമില്ല. അതൊക്കെ അവരുണ്ടാക്കി തീർത്തതായ ഒരു സുന്നത്താണ് എന്നാണ് ഇബ്നു തീമിയ പറഞ്ഞത്. അയാൾ ആക്ഷേപിച്ച് പറഞ്ഞതല്ല, അത് കുഴപ്പമൊന്നുമില്ല എന്നാൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ പറഞ്ഞതിൽ ഒരു ധ്വനിയുണ്ട്. അതായത് ഈ മഹാന്മാരൊക്കെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇബ്നു തീമിയുടെ വാദം വരുന്നത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ വാക്കിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, അമ്മൽ ഇജ്തിമാഉ അല ദിക്രി, പള്ളിയിൽ വെച്ചുള്ള ആ ദിക്റിന്റെ മേൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്, വലമാ വറദ ഫീഹി മിനൽ ഹദീസിൽ ഖുദ്സി സ്വഹീഹ്, സ്വഹീഹായ ഖുദ്സിയായ ഹദീസിലൂടെ ആ കാര്യത്തെക്കുറിച്ച് വന്നിട്ടുണ്ടല്ലോ. അല്ലാഹു തആലയെ തൊട്ട് നബി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്, സ്വഹീഹുമാണ്. മാ ദക്കറനി അബ്ദി ഫീ മലഇൻ ഇല്ലാ ദക്കർതു ഫീ മലഇൻ ഖൈറിൻ മിൻഹു എന്ന, അത് ഖുദ്സിയ ഹദീസ്. ഒരടിമ ഒരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്തിട്ടില്ല, അതിലും ഉന്നതമായിരിക്കുന്ന വലിയൊരു സദസ്സ് ആകാശ ലോകത്തുണ്ടല്ലോ, മഅസൂമികളായ മറ്റു പല നല്ല ആളുകളൊക്കെ സദസ്സുകൾ, ആ കൂട്ടത്തിൽ വെച്ചിട്ട് ഞാൻ അവരെ ഓർത്തിട്ടല്ലാതെ ഇല്ല. അതൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഷാദുലിയ ത്വരീഖത്തിന്റെയും മറ്റു ത്വരീഖത്തിന്റെ അഹ്ലുകാരും പള്ളികളിൽ ഒരുമിച്ച് കൂടി ചെല്ലുന്ന ദിക്റിന് തെളിവുണ്ടെന്ന് അർത്ഥം. അതൊരു പുതിയതായ ഒരു ചര്യ ഉണ്ടാക്കിയതല്ല. കൗനുഹാഫിൽ മസാജിദി, അപ്പൊ അത് പള്ളികളിലായിരിക്കുക ആ ദിക്റുകളും ഒരുമിച്ച് കൊള്ളും എന്നുള്ളത്. നിസ്കരിക്കാനും ദിക്ർ ചെല്ലുവാനൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സ്ഥലം പള്ളിയല്ലേ. അതുകൊണ്ടാണ് പള്ളിയിൽ അവർ ഒരുമിച്ച് കൂടുന്നത്. അത് പള്ളിയിൽ പല പുണ്യമുണ്ടല്ലോ, ആ പുണ്യം മുഴുവൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടുന്നത്. റിബാത്തു, അതുപോലെ തന്നെ കേന്ദ്രങ്ങളുണ്ടല്ലോ, ദിക്ർ ചെല്ലാനായിട്ട് പ്രത്യേകിച്ചുണ്ടാക്കിയ കേന്ദ്രങ്ങളും വരഹമുഹു അതുപോലത്തതൊക്കെ ഉണ്ടാകും. അതിനെന്താ കുഴപ്പം? അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യലിന്റെ മേലും പരസ്പരം ഗുണം ചെയ്യലിന്റെ മേലും പരസ്പരം സഹായിക്കുക എന്നൊരു അധ്യായത്തിൽ പെട്ടതല്ലേ ദിക്ർ ചെല്ലുവാൻ ഒരുമിച്ച് കൂടുക. പള്ളിയിലായിരിക്കും, അതെല്ലാം കൂലി കിട്ടുന്ന കാര്യമല്ലേ, മഹത്തരമല്ലേ. അഥവാ ഇബ്നു തീമിയുടെ വാദം, അന്നഹും ഇത്തഖദൂ ദാലിക സുന്നത്തൻ, അവരൊരു സുന്നത്തിനെ ഉണ്ടാക്കി എന്നതാണ് ഇബ്നു തീമിയ വാദിച്ചത്. അത് ശരിയായില്ല, മംനൂഉൻ, അത് അപകടമാണ്, അത് തെറ്റാണ്. ആ വാദം അത് തടയപ്പെടേണ്ടതാണ്. പിന്നെയോ ബൽ ഹിയ ആദത്തു ഖൈർ, അത് നല്ലൊരു പതിവാണ്, നല്ലൊരു പതിവാണ്, നടപ്പുള്ളതാണ്. അലിഫൂഹ വഹഫിളൂഹ ഫഹുവ ബിബാബി തൈസീർ, അത് അതിനോട് നല്ലൊരു ആദത്തുമായി അവർ കൂടിച്ചേരുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ നല്ലൊരു ഇടപാടാണ് ഈ സംഗതി. പള്ളിയുള്ള ദിക്റും ഒരുമിച്ച് കൂടലും അത് എളുപ്പമാർഗത്തിൽപ്പെട്ട അധ്യായത്തിൽപ്പെട്ടതുമാണ്. അതുകൊണ്ട് ആക്ഷേപിക്കാറില്ല, പുതിയൊരു ചര്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നല്ല രീതിയിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദായരക്കണമെന്ന വസിയത്തോടുകൂടി ഈ ക്ലിപ്പ് നിങ്ങളിലേക്ക് ഞാൻ വിടുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.